ഹായ് ഗായ്സ്, നമ്മുടെ കാസർഗോട്ടുകാരുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാസർഗോട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ചക്ക മൂടിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ്. വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ചക്ക വളരെ കുറവാണുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരി ഒരു കഷ്ണം ചക്ക തന്നേത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരി നല്ലോണം കയ്യതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അരി കുതിരാൻ വെക്കുമല്ലോ, ആ സമയം നല്ലോണം കൈയിട്ട് തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി 4-5 മണിക്കൂർ നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് രാത്രി ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ കുതിരാൻ വെക്കാം, രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി കുതിരാൻ വെക്കാം. അപ്പോൾ അരി നല്ലോണം കുതിർന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ട് കിട്ടും. ഞാനിവിടെ അരിയെല്ലാം കൈയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറാണ് ഇവിടെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി ആവശ്യമുള്ള വെല്ലം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. 1.5 കപ്പ് പച്ചരി എന്ന് പറയുമ്പോൾ 350 ഗ്രാമാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ വെല്ലം എടുത്തിട്ടുണ്ട്. 350 ഗ്രാമാണ് വെല്ലം എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണമായിട്ട് ചതച്ച് പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത്. വെള്ളം കൂടിപ്പോണ്ട, മഴയെല്ലാം കൊണ്ട ചക്കയാകുമ്പോൾ ചക്കയിൽ നല്ലപോലെ വെള്ളമെല്ലാം ഉണ്ടാവും. വെറും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്ത്. ഇനി ചൂടാറണം. ചൂടാറിയ പിന്നെ അരിയെല്ലാം വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്, അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ അത് ഇട്ട് കൊടുത്ത്, ഒരു ഉള്ളിൻ്റെ 1/4 ഭാഗം 1/4 ഭാഗം ഇട്ട് കൊടുത്ത്, ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്ത്, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത പിന്നെ ചൂടാറി വന്ന ശർക്കരൻ്റെ പാനി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 350 ഗ്രാം ശർക്കരയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടെടുക്കണം. ഗ്രൈൻഡറിൽ അരക്കുന്നെങ്കിൽ ചക്ക ഇതേ സമയം തന്നെ ഇടാം. അപ്പോൾ ഞാൻ മിക്സിയിൽ അരക്കുന്നതും കൊണ്ട് ചക്ക വേറെയാണ് അരച്ചിട്ടെടുക്കുന്നത്. മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് ജാമായിപ്പോവും. ഞാൻ ബൗളിലേക്ക് ഈ അരച്ച ബാറ്റർ ഒഴിച്ചു കൊടുത്ത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾക്കത് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വരിക്ക ചക്ക. ഞാൻ 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അരി അളന്ന അതേ കപ്പിൽ 4 കപ്പ്. അരി 1.5 കപ്പ്, ചക്ക 4 കപ്പ്. ചക്ക കൂടുതൽ ചേർത്താലാണ് ഇത് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവൽ. നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിൽ ചക്കയും അരിയെല്ലാം ഒന്നിച്ചിട്ട് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ചക്ക വെള്ളമൊന്നും ചേർക്കാത്ത രീതിയിൽ ഞാൻ നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സി ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി മിക്സി നിങ്ങൾ പെട്ടെന്ന് ഓപ്പൺ ആക്കിയാറുണ്ട്, അതിന് പുറത്തേക്കൊന്നും തെറിച്ചോണ്ട. ഇനി അരച്ച അരി ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചക്ക മിക്സ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കണം. നല്ലോണം ഇളക്കണം, കാരണം നല്ലപോലെ ഇത് മിക്സായിട്ട് വരണം. ഒന്നിച്ചെന്നെ അരക്കുമ്പോൾ നമുക്ക് ഈ ഒരു ജോലി ഇല്ല. എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയിന്. അപ്പം ഞാനിനി ഇതെല്ലാം മിക്സാക്കിയിട്ടായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വെല്ലം നല്ലപോലെ കൊള്ളണം, ചക്കയും നല്ലപോലെ കൊള്ളണം, അതേപോലെ തേങ്ങ അത് നല്ലോണം ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല അലുവ പോലത്തെ ചക്ക അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനെല്ലാം മിക്സാക്കിയിട്ട് എടുത്തിന്. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഈ സ്പൂണിൽ കോരിയാൽ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നൊരു പരുവുണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുക്കണം. ഇനി കുറച്ച് ലൂസാമറ്റായിപ്പോയെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പച്ചരിപ്പൊടി ഉണ്ടാവുമല്ലോ. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഇനിയിലേക്ക് തേങ്ങ കൂടി മിക്സാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും 1 മുറി തേങ്ങ ചിരവിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. 1 മുറി അരക്കുന്ന സമയം ഞാൻ ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് 1 മുറി ഇപ്പോൾ ചിരവിയിട്ട് ഇട്ട് കൊടുത്ത്. ഈ തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രയും ചക്കയപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിൽ ഇവിടെ മിക്സാക്കിയിട്ട് എടുത്ത്. ഇനി വേണ്ടത് ഇല. ഞാൻ കുറുക്കൂട്ടി ഇല എന്നറിയപ്പെടുന്ന ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജാതിൻ്റെ ഇലയല്ലേ, ജാതി മരത്തിൻ്റെ അതിലുണ്ടാക്കുക. പിന്നെ വാഴ ഇല വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. ഒരു തവി ഒഴിച്ചിട്ട് 2 ഭാഗവും മടക്കി, ഇനി താഴെ ഭാഗം മടക്കി അതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ടേക്കും മടക്കണം. കണ്ടല്ലോ.
ഈ രീതിയിലാണ് ചക്കമൂട മടക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ 2-3 വട്ടം കാണിച്ചു തരാം. പിന്നെ ബാറ്റർ ലൂസായിപ്പോയെങ്കിൽ ഇലയിൽ നിൽക്കല. ഇപ്പോൾ ഒരു ഭാഗം മടക്കി, രണ്ടാമത്തെ ഭാഗം മടക്കി. ഇനി താഴെ ഭാഗത്ത് മടക്കണം, ഇനി മോൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് മടക്കണം. ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് എടുക്കണം. നല്ല പോലെ ബാറ്റർ ഇലയിലേക്ക് ഇങ്ങനെ നിൽക്കുന്നൊരു പരുവമില്ല, ഇങ്ങനെ ഒഴുകിപ്പോവാണ്ട് ആ ഒരു പരുവത്തിൽ വേണം ബാറ്റർ അരച്ചിട്ടെടുക്കാൻ. ലൂസായെങ്കിൽ ഇലയിൽ നിൽക്കില്ല. ഇനി കട്ടി കൂടിപ്പോയെങ്കിൽ അപ്പം നല്ല ഹാർഡായി പോവും. അതുകൊണ്ട് തന്നെ നല്ല കൊമ്പനുള്ളൊരു പരുവത്തിൽ അരച്ചിട്ട് എടുക്കണം. ഇനിയെല്ലാം ഞാനിവിടെ ഇലയിൽ മടക്കിയിട്ട് വെച്ച് നമുക്കിനി ഇത് ചുട്ടെടുക്കണം. അതിനും വേണ്ടിയിട്ട് സ്റ്റീമർ അല്ലെങ്കിൽ അപ്പച്ചെമ്പ് നിങ്ങളെ കയ്യിൽ ഏതുള്ളത് അത് എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ചൂടാക്കിയിട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയം തന്നെ നമുക്ക് അപ്പൊലിയിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല പോലെ സ്റ്റീം വരുന്ന രീതിയിൽ ആ വലിയ കണ്ണുണ്ടല്ലോ അത് മൂടാത്ത രീതിയിൽ അപ്പം വെച്ച് കൊടുക്കണം. എന്നിട്ട് മൂടി വെക്കണം. സ്റ്റീമെല്ലാം വന്ന പിന്നെ 25 മിനിറ്റ്, അതാണ് കുക്കിംഗ് ടൈം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് എടുക്കണം. മീഡിയം തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. മീഡിയം തീയിൽ വെച്ചിട്ട് 25 മിനിറ്റ് ആകുമ്പോൾ നല്ലോണം വെന്തിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കി. ഇനി ചൂടാറിയ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ചക്കമൂട ഉണ്ടാക്കുമ്പോൾ വരിക്കച്ചക്ക തന്നെ എടുക്കണം. പഴഞ്ചക്കയിൽ ഉണ്ടാക്കിയെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നല്ല മധുരമുള്ള ചക്ക തന്നെ നോക്കിയിട്ട് എടുക്കണം. നല്ല മൂത്ത ചക്ക അങ്ങനെയാകുമ്പോൾ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവില്ല. ഞാനിവിടെ അരിൻ്റെ അതേ അളവിൽ തന്നെ വെല്ലം ചേർത്തതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാം ചൂടാറിയ പിന്നെ ഞാനിതാ തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചക്കമൂടയാണിത്. ഞങ്ങൾ എല്ലാ കൊല്ലവും എങ്ങനെയായിട്ട് ചക്ക സംഘടിപ്പിച്ചിട്ട് ചക്കമൂട ഉണ്ടാക്കും. അത് ഉണ്ടാക്കില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമേ ഉണ്ടാവില്ല. ഞങ്ങൾ കാസർഗോട്ടുകാർ എല്ലാവരും കൊല്ലത്തിലൊരു പ്രാവശ്യം ചക്കമൂട എങ്ങനെ ഉണ്ടാക്കും. ഓപ്പൺ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചില്ലേ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് ഈ ചക്കമൂട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ജസാക്കല്ലാഹ് ഖൈർ.